അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺപിള്ളേരോട് റിക്വസ്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. റിക്വസ്റ്റ് ആയിട്ട് തന്നെ പറയുകയാണ്, എൻ്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഒരു ജോലിയായി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാകുന്ന സമയത്ത് മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുക. വീട്ടുകാരെ നിർബന്ധപ്രകാരവും ലവ് മാരേജ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക. നമ്മളെപ്പോലുള്ള ആൾക്കാർ എക്സാമ്പിളായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് അംഗീകരിക്കുക. നമുക്കൊരു ജോബ് ഉണ്ടെങ്കിൽ, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവരെ അടിമത്തത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് മാറി. നമുക്കൊരു അടിമത്തത്തിൻ്റെ ആവശ്യമേ ഇപ്പോൾ വരുന്നു. നിങ്ങൾ ആ വീഡിയോ കേട്ടോ? ആ പെൺകുട്ടി പറയാണ്, എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു അനുഭവമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഇദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മണ്ണിൽ നിന്ന് ഞാൻ ശരിപ്പെടുത്തി, അവനിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഊതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എല്ലാം അവിടെ നിന്ന് ക്ലിയർ ആക്കിയതിൻ്റെ ശേഷം, സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയതിൻ്റെ ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങുന്ന സമയത്ത് വക്കാന നായിമൻ, അവിടുന്ന് ആദം നബി ഉറങ്ങുകയായിരുന്നു എന്ന് കാണാം. അവിടുത്തെ വാരിയല്ലിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെ സൃഷ്ടിക്കുകയുണ്ടായി. എൻ്റെ പ്രിയമുള്ളവരെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, എന്നെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, പക്ഷേ എൻ്റെ ഇണയെ എൻ്റെ വാരിയല്ലിൽ നിന്ന് എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട്. പടച്ച തമ്പുരാൻ അവിടുന്ന് കൊടുത്ത മറുപടി, ഒരു പെണ്ണിൻ്റെ എല്ലാം നടത്തേണ്ടത് അത് പുരുഷനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മോട് പറയുന്നത് ഒരു പെണ്ണിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അത് മനസ്സിലാക്കേണ്ടത്, അത് നടത്തേണ്ടത് അത് പുരുഷനാണ് എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് പല ഭാര്യമാരും ഭർത്താക്കന്മാരും പെരുമാറുന്നത്. ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജീവിതമാണ് ഉള്ളതെങ്കിൽ ഒരിക്കലും തന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഈ വീഡിയോ ഈ പെൺകുട്ടിക്ക് ചെയ്യേണ്ട കാര്യവും ഉണ്ടാവില്ല. പിന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇങ്ങനത്തെ വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ആളുകളുടെ ഭാഗം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും എന്നും അതിൻ്റെ അപ്പുറം ഒരു ചോദ്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അധികാരത്തിലുള്ള പലരും പലതും ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്കിഷ്ടമില്ലാത്തത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ എന്തൊക്കെയോ അപാകതകൾ, പ്രശ്നങ്ങളുണ്ട് എന്നും നമ്മൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കണം. നമ്മുടെ ഭാര്യ നമുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൾ മറ്റുള്ളവരോട്, ഭർത്താവിനോട് സംസാരിക്കുന്നതിനേക്കാളും അന്യപുരുഷനോടാണ് അല്ലെങ്കിൽ മറ്റുള്ളവരോടാണ് ഇടപെടുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് അതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യ മനസ്സിലാക്കണം, എൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഭർത്താവ് മനസ്സിലാക്കണം, അവൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലേ? അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളും അവരുടെ വിഷമങ്ങളും വേദനകളും നമ്മൾക്ക് കണ്ടറിയാൻ ഭർത്താവിന് കഴിയണം. ഭാര്യയ്ക്കും അങ്ങനെ തന്നെയാണ്. ഭാര്യയ്ക്കും അതുപോലെ തന്നെയാണ്. ഭർത്താവിൻ്റെ വിഷമങ്ങളും അവിടുത്തെ എന്തെങ്കിലും ആവശ്യങ്ങളും കണ്ടറിഞ്ഞിട്ട് ഭാര്യയ്ക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെ ജീവിക്കുന്ന കുടുംബമാണ് ഇമ്പമുള്ള കുടുംബമാകുന്നത്. നമ്മളെപ്പോഴും പറയുമല്ലോ, ഉസ്താദേ, കുടുംബജീവിതം നന്നാൻ വേണ്ടി ആയിരിക്കണം. എങ്ങനെയാണ് കുടുംബജീവിതം ശരിപ്പെടുത്തേണ്ടത്? നമ്മൾ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് അത് ശരിയാകല്. ഇന്ന് പല കുടുംബജീവിതത്തിലും അതില്ല, പ്രശ്നങ്ങളാണ്. കാരണം എന്താ? ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അതേപോലെ തന്നെ തിരിച്ചും കഴിയുന്നില്ല. മക്കളെ മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല. ഇതുകൊണ്ടാണ് ഇന്ന് പല മക്കളും വഴിപിഴക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല രക്ഷിതാക്കളും പറയില്ല, ഞാൻ പറയുന്നത് എൻ്റെ മക്കൾ കേൾക്കുന്നില്ല എന്ന് പറയില്ലേ. അതേപോലെ തന്നെ അല്ലെങ്കിൽ അവർ എന്നോട് മിണ്ടുന്നില്ല എന്ന് പറയില്ലേ. അതിന് പ്രധാന ഒരു കാര്യം ഉണ്ടാകും. വാപ്പ ഉമ്മാനെ സ്നേഹിക്കുന്നത് മക്കൾ കണ്ടിട്ടില്ല, ഉമ്മ വാപ്പാനെ സ്നേഹിക്കുന്നതും മക്കൾക്കറിയില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ പല മക്കളും ഇന്ന് വഴി പിഴച്ചു പോകുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കുടുംബജീവിതത്തിൽ നമ്മൾ അറിയേണ്ടതാണ്. പ്രധാനമായിട്ടും മനസ്സിലാക്കണം, പെണ്ണിൻ്റെ വാപ്പ നമുക്ക് നിക്കാഹ് ചൊല്ലിയിട്ട് ആ കയ്യെ പിടിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുന്നത്, എൻ്റെ മകളെ വേണ്ട രൂപത്തിൽ നീ സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്തോടു കൂടി, ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ്, നീ അത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്. ആ പെണ്ണ് അവിടെ വീട്ടിൽ നിന്ന് എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി നിർത്തി വളരെ സങ്കടത്തോടു കൂടെ നിൻ്റെ കൂടെ ഇറങ്ങിപ്പോരുന്നത്. പുറമെ നമുക്ക് കരയുന്നത്, പെണ്ണിറങ്ങുമ്പോൾ കരയുന്നത് കാണുന്നുണ്ടെങ്കിലും ഉള്ളിനകത്ത് വലിയ സന്തോഷമാണ്. കാര്യം എന്താണ്? ഒരു നിലക്ക് കരയുന്നത് ഉമ്മാനെ, അതേപോലെ തന്നെ കൂടപ്പിറപ്പുകളെ, വാപ്പാനെ, ആ എന്നുള്ള ആ ഒരു കൂട്ടജീവിതം, അല്ലെ, അതില്ലല്ലോ എന്നതിൽ സങ്കടപ്പെടുമ്പോൾ പെണ്ണ് കരയും. പക്ഷെ എന്നിരുന്നാലും ഉള്ളിനകത്ത് വലിയ സന്തോഷമായിരിക്കും. എന്തിനാ? പടച്ച റബ്ബേ, എനിക്കൊരു പുതിയ ജീവിതമാണല്ലോ, ഇനി ഇവരുടെ തണലിലാണല്ലോ, എൻ്റെ ഭർത്താവിൻ്റെ തണലിലാണല്ലോ എൻ്റെ ജീവിതം എന്ന സന്തോഷം കൊണ്ട് ആ പെണ്ണിൻ്റെ ഉള്ളിനകത്തൊരു വല്ലാത്ത ആവേശം വരാണ്ട് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ അതൊക്കെ തൻ്റെ ഇണ എന്ന് പറഞ്ഞാൽ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ആ ഒരു രൂപത്തിലാകണം നമ്മുടെ ജീവിതം. അതില്ലാതിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുടുംബജീവിതത്തെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാൻ കഴിയണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്,
നേരെ തിരിച്ചും ഭർത്താവ് ഭാര്യയോടും പറയണം. നമ്മൾ ആ വിവാഹ സമയത്തിന് അന്ന കാലത്ത് കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ ഇഷ്ടങ്ങൾ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം, ഒരു കുട്ടിയൊക്കെ ആയതിൻ്റെ ശേഷം അത് പറയാൻ മറന്നു പോകുന്നു അല്ലേ? അതൊന്ന് പുതുക്കണം. അപ്പോൾ ആ ഒരു കുടുംബജീവിതത്തിൽ, ബന്ധത്തിൽ സ്നേഹങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പല ഭർത്താക്കന്മാരും പറയും എൻ്റെ സ്നേഹം ഉള്ളിലാണ്, അത് അവിടെയാണ്, ഇവിടെയാണ്, എന്നിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറും. അത് എന്ത് സ്വഭാവമാണ്? ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ? അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ, കാണുമ്പോൾ തന്നെ പടച്ചറബ് എന്താ അല്ലേ? അവളിട്ട് വല്ലാതെ ദ്രോഹിക്കുക, എന്നിട്ട് പറയാം എൻ്റെ അടുത്ത് തെറ്റ് പറ്റി, എൻ്റെ തത്ത സ്നേഹമാണ് എനിക്കെന്നോട്, എനിക്ക് അത്രക്ക് സ്നേഹമാണ് എന്നോട്, അങ്ങനെ എന്ത് ചെയ്യുക? വേവരാതികൾ പറയാം. അങ്ങനെ കുടുംബങ്ങൾ എത്ര തകരുന്നുണ്ടെന്ന് അറിയോ? അതുകൊണ്ട് എന്താ നേട്ടമുള്ളത്? ആ പെണ്ണ് അങ്ങനെ വീട്ടിനകത്ത് കിടന്നിട്ട് കഷ്ടപ്പെടുക. ഇപ്പം പറയുകയാണ്, കുറേ കഴിഞ്ഞിട്ട് അവളെ തല്ലുക, അവളെ ഇടിക്കുക, എന്നിട്ട് അവളെ വീട്ടിൽ പോകുക, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൻ വരിക, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എൻ്റെ പോകല്ലേ അല്ലേ? ഈ ഒരു സ്വഭാവം പല വീടുകളിലും ചെറുപ്പക്കാരിലും കാണുന്നൊരു സ്വഭാവമാണ്. ചെയ്യാൻ പാടില്ല. മോനെ, നിൻ്റെ സ്നേഹം അത് ഭാര്യ അറിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ പോകുന്ന ഒരാളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറയാൻ, പടച്ചോൻ ഇജത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് റസൂലുള്ള ചോദിച്ചത്. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പോയിട്ട് അത് പറഞ്ഞിട്ട് വാ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഭാര്യയോട് സ്നേഹമല്ലേ അല്ലേ? നമ്മളത് ഇടയ്ക്ക് പുതുക്കിയിട്ട് അത് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായി? ഭർത്താവിനോട് സ്നേഹമല്ലേ? നമ്മൾ ഇടയ്ക്കത് പുതുക്കണം, അത് പറഞ്ഞു കൊടുക്കണം. അത് പറയാത്ത കാലത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത്, കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടാകും, കെട്ടുറപ്പ് നഷ്ടപ്പെടും. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. ഒരു പെരുന്നാൾ വരുമ്പോൾ, വിവാഹ വാർഷികം വരുമ്പോൾ, നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വരുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് ഭർത്താവ് കൊടുക്കുക, കണ്ടറിഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കുക. മനസ്സിലായോ? അങ്ങനെയൊന്നും നമ്മുടെ പല ഭർത്താക്കന്മാരും, പല ചെറുപ്പക്കാരും ചെയ്യുന്നില്ല. ഭാര്യമാർ ഇതിനകത്ത് കിടന്ന് വല്ലാതെ പ്രയാസപ്പെടും. അവർക്ക് തോന്നിയതുപോലെ അവർ ജീവിക്കും. അവർ ചിന്തിക്കും, ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ പടച്ചറബ്ബേ, എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണ്ടി സമ്പത്ത് ലഭിക്കുമായിരുന്നു, എന്തെങ്കിലും ഒരു വരുമാനം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പെണ്ണ് ആഗ്രഹിക്കും. പല ചിന്തകളും പോകും. ഭർത്താവിനുള്ള സ്നേഹം നഷ്ടപ്പെടും. മനസ്സിലാക്കണം നമ്മൾ. എത്ര ഭാര്യമാരങ്ങനെ സങ്കടം പറഞ്ഞിട്ടുണ്ടെന്നറിയാം? ഉസ്താദേ, ഒരു കൈത്തൊഴിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് പഠിക്കുന്ന സമയത്തൊന്ന് ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇന്ന് ഞാൻ അനുഭവിക്കുകയാണ് വിഷമം എന്ന് പറയുന്ന എത്രയോ സഹോദരിമാരുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിലൊക്കെ ഭർത്താവിൻ്റെ വല്ലാത്തൊരവസ്ഥകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ സാഹചര്യങ്ങളെ കൊണ്ടായിരിക്കാം, പക്ഷേ അതൊക്കെ ചിലപ്പോൾ ഭാര്യ അറിയേണ്ടതും തന്നെ ആയിരിക്കും. അതൊന്നും ചിലപ്പോൾ ഭാര്യമാർ അറിയില്ല. ഭർത്താവ് അങ്ങനെ നടക്കും. അപ്പോൾ ഭാര്യയ്ക്ക് തോന്നുന്നു, പടച്ചറബ്ബേ, എന്നോട് സ്നേഹമില്ലായിട്ടാണോ, എന്നോട് സ്നേഹക്കുറവാണോ ഇക്കാക്ക്? ഇങ്ങനെ എന്താകും ഓരോ പെണ്ണുങ്ങളും ആലോചിച്ച് പോകും. അതേപോലെ തന്നെ തിരിച്ചും പറയുന്നവരുണ്ട്. ഭർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അവരുടെ പരിഗണനയെക്കുറിച്ചും അവർ വാങ്ങിത്തരുന്ന ചെയ്തു തരുന്ന സേവനങ്ങളെക്കുറിച്ചും വാങ്ങിത്തരുന്ന വസ്തുക്കളെക്കുറിച്ചും അവിടുന്ന് അത്ഭുതത്തോടെ സന്തോഷം പറയുന്ന എത്ര സഹോദരിമാരുണ്ടെന്നറിയോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കാരണങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മാ അക്റമൻ നിസാ ഇല്ലാ കരീം, ഒരു മാന്യനായ മനുഷ്യനല്ലാതെ ഒരു പെണ്ണിനെ ആദരിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി വീണ്ടും പറയുന്നു, വമാ അഹാനഹുന്ന ഇല്ലാ ലഹീം, ഒരു ഹൃദയം അത്രയും മോശപ്പെട്ടവൻ അല്ലേ, ഒരു നിസാരക്കാരൻ, അവനിക്ക് ഒരു പെണ്ണിനെ നിസാരാക്കാൻ കഴിയുള്ളൂ, മോശമായിട്ട് പെരുമാറാൻ കഴിയുള്ളൂ, സംസാരിക്കാൻ കഴിയുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഭാര്യയോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ, അവൾക്ക് എന്തെങ്കിലും നിന്നിൽ നിന്നുള്ള വിഷമങ്ങളുണ്ടെങ്കിൽ, നിന്റെ കൽബ് അത്രയ്ക്ക് മോശമാണെന്ന് നീ സ്വന്തം മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എന്താ? ഭാര്യ ഭർത്താവ് തമ്മിൽ പരസ്പരം ഒരു സ്നേഹത്തിൻ്റെ നോട്ടം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, പരസ്പരം നോക്കിയാൽ അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം അവരിലേക്ക് ഇറങ്ങുമെന്നാണ്. അവർ രണ്ടുപേരും അവർ രണ്ടുപേരും കൈയൊന്നിങ്ങനെ ചേർത്ത് പിടിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടുപേരും ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒഴുക്കിക്കളയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ ഒരു കുടുംബ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങളൊന്ന് നോക്കൂ. അതുകൊണ്ട് പരസ്പരം ആ സ്നേഹബന്ധം ഇല്ലെങ്കിലാണ് പല സഹോദരിമാരും ഇതുപോലെ വീഡിയോയിൽ വന്നിട്ടും മറ്റുമൊക്കെ അവിടെ നിന്ന് വേവരാതി പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. പക്ഷേ ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ളൊരു ദോഷവുമുണ്ട്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് പലതും നമുക്ക് മനസ്സിലാക്കാനുമുണ്ട് അല്ലേ? നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് സ്വന്തം മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ട് വന്നാൽ, ഏതെങ്കിലും പെൺകുട്ടിയുടെ മനസ്സിനകത്തേക്ക് അങ്ങോട്ട് ചിന്ത വന്നാൽ, പടച്ചോനെ ഞാൻ എന്നെ കെട്ടിച്ചു വിട്ടാൽ എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ആയിരിക്കോ എന്നിങ്ങനെ ചില പെൺകുട്ടികളുടെ മനസ്സിനകത്ത് ഇങ്ങനെ പേടി വരും. ഇനി അഥവാ ഏതെങ്കിലും ഒരു ഭർത്താവ് ഒന്ന് ദേഷ്യപ്പെട്ടാൽ, പടച്ചോനെ അന്ന് പറഞ്ഞപ്പോൾ കേട്ടാൽ മതിയായിരുന്നു, എൻ്റെ ജീവൻ തകർന്നു എന്ന് പെൺകുട്ടി എന്താകും? ചിന്തിച്ചു പോകും. മനസ്സിലാക്കണം നമ്മൾ. അതൊക്കെ ഒരുപാട് വശങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അത് നമ്മൾ സ്വയം ഒന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.